എല്ലാ ഫോർമുലയും അതിനകത്തുണ്ട്. ഒരു ജയിലർ പോലത്തെ പാക്കേജ് അല്ല. എനിക്കത് ഫീൽ ചെയ്ത് കൂടുതലൊരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് ആണ്. പക്ഷെ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഒരു തട്ടുപൊളിപ്പൻ ഏരിയാസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല എൻഗേജിങ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ മുഹൂർത്തങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ രജനി സാർ പടത്തിൽ പ്രതീക്ഷിക്കുന്ന കൈയടിക്കാനുള്ള മൊമെന്റ്സ് ഒക്കെ എനിക്ക് കിട്ടിയത് സെക്കൻഡ് ഹാഫ് ടുവേർഡ്സ് എൻഡാണ്. പക്ഷേ ആസ് ഐ സെഡ്, ലോകേഷ് സ്റ്റൈലുള്ള ഒരു സാധനങ്ങളാണ് കൂടുതൽ. ഒരു ജയിലർ സ്റ്റൈൽ അല്ല, ഈ പറഞ്ഞ പോലെ ഒരു വെസ്റ്റേൺ എലമെന്റ് സ്റ്റൈൽ ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ എനിക്ക് പടം വർക്കായി. അത് നന്നായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കുറച്ച് സ്പേസേ ഉള്ളൂ, പക്ഷെ ഉള്ള സ്പേസിൽ എനിക്ക് അദ്ദേഹത്തിന് യൂസ് ചെയ്ത രീതി ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കുസൃതിയിരുന്ന ചിരിയും അദ്ദേഹത്തിൻ്റെ സ്വാഗും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയാണ് എനിക്ക് തോന്നിയത്. മ്യൂസിക് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി എനിക്ക്. പക്ഷേ ഇപ്പോൾ ജയിലറിലൊക്കെയാണ് ഞാൻ കൂടുതൽ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്, എസ്പെഷ്യലി ഇൻ്റർവെൽ പച്ചിലൊക്കെ ഉള്ള സാധനം കൂടുതൽ. ഇതിലെനിക്ക് അങ്ങനെ ഒരു ഇടയ്ക്ക് അദ്ദേഹം ഒരു ക്ലാസിക്കൽ ഇമോഷൻസ് ഒക്കെ ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ആക്ഷൻ ഏരിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു രസമുള്ള ട്രീറ്റ്മെൻ്റ് ആയി തോന്നിയിട്ട്. ബട്ട് അതർവൈസ് അങ്ങനെ ഒരുപാട് എനിക്ക് ആയിട്ട് തോന്നിയില്ല. ബട്ട് ടോട്ടൽ പാക്കേജ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അയ്യോ, സൗബിന് ഗംഭീര ക്യാരക്ടറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു, ഞാൻ വിചാരിച്ചത് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഡ്രോപ്പ് ആവും. അതിങ്ങനെ നിന്ന് പോകുന്നൊരു സാധനം. അത് കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സ്പോയിലർ ആവാനും പാടില്ല. ബട്ട് ഗംഭീര പരിപാടി. സൗബിന് നല്ലൊരു സാധനമായിട്ട് അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. ഇൻ ടോട്ടൽ എനിക്ക് ടോട്ടാലിറ്റി ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവേ നമ്മൾ ജയിലർ പ്രതീക്ഷിച്ച് വരരുത്, ബട്ട് ഒരു ഗാങ്സ്റ്റർ ഫിലിം വിച്ച് ഇസ് എന്താ പറയുക, ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ്, കുറേ എലമെന്റ്സ് ലേയേഴ്സ് ഒക്കെ ആയിട്ട് സെക്കൻഡ് ഹാഫിലാണ് അവർ പുൾ ഓഫ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. താങ്ക് യു.